ഹലോ. അപ്പോൾ ഇതാ വൈകുന്നേരം നമുക്കിന്നൊരു റിസപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇതാ ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ചായക്ക് നമ്മളെ ചക്ക വറുത്തതാണ് കേട്ടോ. ഇത് മുന്നേ കാണിച്ചിട്ടുണ്ട്, നമ്മൾ പുഴുങ്ങി ഉണക്കിയിട്ട് ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ജഗ് നിറയെ ഉണ്ടായിരുന്നു. അപ്പോൾ വറുത്തിട്ട് ഇത്രയും ഞാൻ എപ്പോഴും കാണിക്കണം വിചാരിക്കും വീഡിയോയിൽ, പിന്നെ അത് മറന്നു പോകും. അപ്പോൾ ഇതാ വറുത്തപ്പോൾ അത് ഇതുപോലെ കേട്ടോ, നല്ല രസമാണ് കേട്ടോ കഴിക്കാൻ. കാണാൻ വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. കട്ടൻ ചായയുടെ കൂടെ ഇങ്ങനെ കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. എത്ര വേണമെങ്കിലും കഴിച്ച് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതൊക്കെ കഴിച്ച് മേലൊക്കെ കഴുകി പിള്ളേരെ ആദ്യം റെഡിയാക്കി, അതിന് ശേഷം ഞാനും റെഡിയായി. രുദ്രുവിനെ റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ ഏട്ടനും ഡ്രസ്സ് മാറ്റി, പിന്നെ അവർ നിൽക്കാൻ പാടില്ല, പിന്നെ പോകണം. അപ്പോൾ നമ്മൾ അമ്മയുണ്ട് പറഞ്ഞപ്പോൾ അമ്മ പണി മാറ്റി ഇതാ എത്താനായി പറഞ്ഞപ്പോൾ അമ്മേനെയും കൂടെ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അമ്മ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വേഗം ഓട്ടോറിക്ഷ വിളിച്ച് പോന്നു. അച്ചാൻ്റെ വണ്ടി കിട്ടിയപ്പോൾ അതിലാണ് നമ്മൾ വന്നിട്ട്. ഇവിടെ കൂറ്റനാട് മാസ് പറയും ഒരു ഓഡിറ്റോറിയം ഉണ്ട്, അവിടെ കേട്ടോ പരിപാടി ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടേക്ക് വന്നു. നമ്മൾ വരുമ്പോൾ ആൾക്കാരൊക്കെ വന്നു തുടങ്ങണുള്ളൂ കേട്ടോ, അധികം ആളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതൊരു ഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇങ്ങനെ ഇരുന്ന് കേട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കേൾക്കാൻ. അങ്ങനെ അവിടെ 2-3 പാട്ടൊക്കെ ആസ്വദിച്ച്, നല്ല പഴയ പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല രസമുള്ള നല്ല വൈബ് അടിക്കുന്ന പാട്ടുകൾ, നല്ല പുറത്ത് നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആസ്വദിച്ച ശേഷം ഞങ്ങളിത് ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. ബൊഫേ ആയിരുന്നു കേട്ടോ. നമ്മളുടെ ചപ്പാത്തിയും റൈസും പൊറാട്ടയും കറിയും പൊരിച്ചതും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ സലാഡ് അങ്ങനെയുള്ള ഐറ്റംസും ഒക്കെ ആയിട്ടുള്ള ഫുഡായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. റൈസൊക്കെ നല്ല രസം ഉണ്ടാവുന്നു കഴിക്കാൻ. പിന്നെ ഞാൻ റൈസ് രുദ്രുവിന് കൊടുക്കട്ടെ, ആദ്യം അവന് കൊടുത്തതിന് ശേഷം ഞാൻ കഴിച്ചത്. അവൻ്റെ റൈസ് നല്ല ഇഷ്ടമായി, അവൻ റൈസ് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പൊറാട്ട അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും കൊടുത്തില്ല. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ ഇറങ്ങി ഐസ്ക്രീമും കഴിച്ചു എല്ലാവരും കൂടെ. ഞങ്ങളെല്ലാവരും ഐസ്ക്രീമിൻ്റെ ആൾക്കാരായ കാരണം എല്ലാവരും അവിടെ ഇരുന്ന് വട്ടളിഞ്ഞ് കഴിച്ചതിൻ്റെ ശേഷമായിട്ട് നമ്മൾ പിന്നെ പോകുന്നത്. പിന്നെ അവിടെ നിന്ന് എല്ലാവരോടും ബൈ ബൈ പറഞ്ഞിട്ട് നമ്മൾ പോകുന്നത് ഏട്ടൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. ആളെ കല്യാണത്തിന് നമ്മൾ വന്നത്, അത് പറയാൻ മറന്നു. പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ.